ഞാൻ ഗീത. എല്ലാവരെയും ഗീതയെ കാണാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഗീത ഒളിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെയൊക്കെ മുമ്പിൽ വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് വീട്ടിൽ അമ്മയും അച്ഛനും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്താണ് 2-3 മാസമായിട്ട്. അവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് വന്ന കേട്ടോ എന്നെ. അതുകൊണ്ട് ഒന്ന് ക്യാമറ പിടിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാത്തത്. എന്നാലും 2-3 വീഡിയോയിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. എന്നെ കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും. അതാണ് ഗീത എന്താ വിളിച്ചിരിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നത്. പിന്നെ ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. എനിക്ക് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് 3 മക്കളുണ്ട്, 3 മരുമക്കളുണ്ട്, 5 കൊച്ചുമക്കളുണ്ട്. എൻ്റെ കൊച്ചുമോളാണ് എനിക്ക്, അവളുടെ പേര് മയൂര. അവളാണ് എനിക്ക് എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു ചാനലാക്കി തന്നത്. എനിക്ക് യൂട്യൂബെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ ഇതിനകത്ത് എങ്ങനെയാണ് വീഡിയോ ഇടുന്നതെന്നോ ഒന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫോൺ ശരിക്കും കൈകാര്യം ചെയ്യാൻ പോലും എനിക്ക് അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. എൻ്റെ മോളെ എനിക്ക് അതെല്ലാം പഠിപ്പിച്ച് തന്നു കുറേശ്ശെ. പിന്നെ എൻ്റെ കൊച്ചുമോനുണ്ട്, അവൻ്റെ പേര് തേജസ്. അവനും അതിനെന്നെ ഒരുപാട് സഹായിച്ചു. പിന്നെ എൻ്റെ മക്കൾ 3 ആളും എൻ്റെ മരുമക്കളും എല്ലാം എനിക്ക് ഇതിനെ സഹായിച്ചിട്ടുണ്ട് ഒത്തിരി. അവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും അങ്ങോട്ട് എത്താൻ പറ്റിയതെന്ന്. ഇപ്പോൾ അതുപോലെ എൻ്റെ അമ്മയാട്ടോ അതിനകത്ത് ചേച്ചിയായിട്ട് അഭിനയിക്കുന്നത്. അമ്മ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അഭിനയമൊന്നും വശമുള്ള ആളൊന്നുമല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും, അമ്മയത് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. പക്ഷെ കാണുന്നവർക്കെല്ലാം അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അമ്മയെ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നു. ചേച്ചി ഒരു ദിവസം കാണാതിരുന്നാൽ എവിടെ പോയി എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ എന്നെയും അമ്മയും നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നു. ഇത്രയും 25,000-ന് മേലെ സബ്സ്ക്രൈബായി. എനിക്കിപ്പോൾ ചാനൽ മോണിറ്റൈസറായി. അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. അതുപോലെ എൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാം ഉള്ളതുകൊണ്ടാണ് ഇത്രയായി. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എനിക്കിങ്ങനെയൊക്കെ ഈ ഒരു ചാനലിൽ ചെയ്യാൻ പറ്റുമെന്നോ എടുക്കാൻ പറ്റുമെന്നൊന്നും കരുതിയിരുന്നല്ല. എല്ലാത്തിലും ഉപരി നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇത്രയും വരെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി മുന്നോട്ട് നിങ്ങൾ എന്നെ, എൻ്റെ അമ്മയെ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം.